അരിത്മെറ്റിക് സീക്വൻസിന്റെ സമ്മ് കാണുന്ന വ്യത്യസ്ത രീതികളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ടേംസിന്റെ എണ്ണം ഈവൻ നമ്പർ ആകുമ്പോഴും അതേപോലെ ഓഡ് നമ്പർ ആകുമ്പോഴും അതിന്റെ സമ്മ് കാണുന്ന രീതി നമ്മൾ നോക്കി. ഇനി അതുമായി ബന്ധപ്പെട്ട് ടെക്സ്റ്റ് ബുക്കിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്തു നോക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Write 3 arithmetic sequences with 30 as the sum of the first 5 terms. അതായത് 3 ഡിഫറെന്റ് അരിത്മെറ്റിക് സീക്വൻസ് എഴുതണം. ഓരോ സീക്വൻസിലെയും ആദ്യത്തെ 5 ടേംസിന്റെ സമ്മ് എന്ന് പറയുന്നത് 30 ആവണം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും നമ്പറുകൾ എഴുതാം. സമ്മ് 30 ആകുന്ന രീതിയിൽ ഏതെങ്കിലും നമ്പർ എഴുതി കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കണം, അത് അരിത്മെറ്റിക് സീക്വൻസ് തന്നെയാണോ എന്ന് കൂടി നോക്കണം. അത് അരിത്മെറ്റിക് സീക്വൻസ് ആവണം എന്ന് തന്നെ ക്വസ്റ്റ്യൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പല നമ്പറുകൾ ആഡ് ചെയ്തുമ്പോൾ സമ്മ് അതിൻ്റെ ആൻസർ 30 കിട്ടുന്ന വ്യത്യസ്ത നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ മിക്കവാറും അത് ചില നമ്പറുകളൊന്നും അരിത്മെറ്റിക് സീക്വൻസ് ആയിക്കോളണം എന്നില്ല. അപ്പോൾ അതിന് നമുക്ക് നേരെ സിമ്പിളായിട്ട് നമ്മൾ ഫസ്റ്റ് പഠിച്ച സമ്മ് കാണുന്ന രീതി ഉപയോഗിച്ചാൽ മതി. അതായത് ഇവിടെ നമ്പർ ഓഫ് ടേംസ് എത്രയാണ്? അത് 5 ആണ്. അപ്പോൾ 5 എന്നുള്ളത് ഈ ഓഡ് നമ്പറാണ്. അപ്പോൾ നമ്മൾ ഓഡ് നമ്പറിന്റെ സമ്മ് കാണുന്ന മെത്തേഡ് പറഞ്ഞിരുന്നു. എന്താണ്? അതിന്റെ മിഡിൽ ടേമിനെ നമ്പർ ഓഫ് ടേംസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് സമ്മ് കിട്ടും. അപ്പോൾ ഇവിടെ 5 ടേംസ് ഉള്ളത് കൊണ്ട് ഇതിന്റെ മിഡിൽ ടേം എത്രാമത്തെ ടേം ആയിരിക്കും? തേർഡ് ടേം ആയിരിക്കും. അപ്പോൾ ഈ തേർഡ് ടേമിനെ നമ്പർ ഓഫ് ടേംസ് ഇവിടെ 5 ആണ്. 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുന്നുണ്ട്? 30 കിട്ടുന്നുണ്ട്. അപ്പോൾ ആ തിരിച്ച് ആ മിഡിൽ ടേം എങ്ങനെ കണ്ടെത്തുക? ഈ 30യെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആദ്യം മിഡിൽ ടേം കണ്ടെത്തണം. അതായത് തേർഡ് ടേം മിഡിൽ ടേം ഈക്വൽ ടു മിഡിൽ ടേം ഇവിടെ തേർഡ് ടേം ആണ്. അവിടെ സമ്മ് 30 ആണ് കിട്ടുന്നത്. നമ്പർ ഓഫ് ടേംസ് 5 ആണ്. ഡിവൈഡ് ചെയ്താൽ നമുക്ക് 6 എന്ന ആൻസർ കിട്ടും. അപ്പോൾ നമ്മൾ എഴുതുന്ന എല്ലാ സീക്വൻസിന്റെയും മിഡിൽ ടേം 6 ആയിട്ട് എഴുതിയാൽ മതി. അപ്പോൾ അതിന്റെ സമ്മ് നമുക്ക് 30 കിട്ടും. അതായത് 3 സീക്വൻസ് എഴുതാന ക്വസ്റ്റ്യന് 3 സീക്വൻസിന്റെയും മിഡിൽ ടേം എന്ന് വെച്ചാൽ തേർഡ് ടേം 6 ആക്കിയിട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് സമ്മ് 30 കിട്ടണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതിന്റെ സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് എത്രയാണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കോമൺ ഡിഫറൻസ് എടുക്കാം. 1 2 ഈ ഹാഫ് ഒക്കെ ഏത് വേണമെങ്കിലും എടുക്കാം. ഇപ്പോൾ എക്സാമ്പിൾ നോക്കാം. കോമൺ ഡിഫറൻസ് 1 എടുത്തു കഴിഞ്ഞാൽ 6 കഴിഞ്ഞാൽ നെക്സ്റ്റ് എത്ര വരിക? 7 പിന്നെ 8. അപ്പോൾ ശ്രദ്ധിക്കണം, ഇത് തേർഡ് ടേം ആണ്. ഫോർത്ത് ഫിഫ്ത്ത് നമുക്ക് 5 ടേംസ് മാത്രമേ ആവശ്യമുള്ളൂ. ഇനി ബാക്കിലേക്ക് സെക്കൻഡും ഫസ്റ്റ് ടേമും ചെയ്യണം. അപ്പോൾ എന്ത് വരും? 5 4. ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സമ്മ് അതിൻ്റെ 30 എന്ന് കിട്ടും. അപ്പോൾ എല്ലാ 30 കിട്ടണമെങ്കിൽ എന്താണ്? മിഡിൽ ടേം 6 ആയാൽ മതി. കാരണം നമ്മൾ മിഡിൽ ടേമിനെ നമ്പർ ഓഫ് ടേംസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് സമ്മ് കാണുന്നത്. അപ്പോൾ മിഡിൽ ടേം 6 ആയി കഴിഞ്ഞാൽ പിന്നെ അതൊരു കോമൺ ഡിഫറൻസ് ഏതെങ്കിലും നമ്പർ എടുത്തിട്ട് നമുക്ക് സീക്വൻസ് എഴുതി കഴിഞ്ഞാൽ അതിന്റെ സമ്മ് 30 തന്നെ കിട്ടും. ഇനി ഇതിൽ ഏത് നമ്പർ എടുക്കാം? കോമൺ ഡിഫറൻസ് നമ്മൾ 1 എടുത്ത് 2 എടുക്കാം, 3 എടുക്കാം, ഏത് വേണമെങ്കിലും എടുക്കാം. ഇനിയിപ്പോൾ വേണമെങ്കിൽ അല്ലെങ്കിൽ ഹാഫ് എടുക്കാം. 6 കഴിഞ്ഞാൽ 6.5 പിന്നെ 7 ആ രീതിയിൽ എടുക്കാം. ഇനി അതല്ലെങ്കിൽ 0 വേണമെങ്കിൽ എടുക്കാം. 0 എടുത്ത് എത്രയാണ്? 6ന്റെ കൂടെ 0 ആഡ് ചെയ്താൽ 6 തന്നെയാണ്. വീണ്ടും 0 ആഡ് ചെയ്താൽ 6. ഏത് നമ്പറിന്റെ കൂടെ 0 ആഡ് ചെയ്യുമ്പോൾ അതേ നമ്പറിന് വരിക. ഇനി മൈനസ് ചെയ്യുമ്പോഴും 6ൽ നിന്ന് 0 മൈനസ് ചെയ്താൽ നമുക്ക് 6 തന്നെ കിട്ടും. വീണ്ടും മൈനസ് ചെയ്താൽ 6 കിട്ടും. 5 6 നമുക്ക് ആഡ് ചെയ്താൽ എത്രയാണ്? അതും 30 തന്നെയാണ്. ഇനി വേറെ ഏതെങ്കിലും 2 3 ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ 3 എടുത്തു കഴിഞ്ഞാൽ എത്ര വരിക? 9 12. ബാക്കിലേക്കാണ് എത്ര വരും? 6ൽ നിന്ന് 3 മൈനസ് ചെയ്താൽ 3, വീണ്ടും 3 മൈനസ് ചെയ്താൽ 0. ഇത് നമുക്ക് ആഡ് ചെയ്യുമ്പോൾ ഇതിന്റെ സമ്മ് 30 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ ആ മുമ്പേ പഠിച്ചിട്ടുള്ള നമ്പർ ഓഫ് ടേംസ് ഓടും ഈവനും ആയിട്ടുള്ള സമ്മ് ഉപയോഗിച്ചുള്ള അത്തരത്തിലുള്ള മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The first term of an arithmetic sequence is 1 and the sum of the first 4 terms is 100. Find the first 4 terms. അതായത് ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ ഫസ്റ്റ് ടേം എത്രയാണ്? അത് 1 ആണ്. ഈ സീക്വൻസിലെ ഫസ്റ്റ് 4 ടേംസ് ആദ്യത്തെ 4 ടേമുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ ഇത് ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം അറിയില്ല, തേർഡ് ടേം അറിയില്ല, ഫോർത്ത് ടേം അറിയില്ല, ഇത് 4ഉം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 100 കിട്ടും വേണം.
അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ഈ 4 ടേംസ് എത്ര എന്നുള്ള ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ടേം നമുക്ക് കിട്ടിയിട്ടുണ്ട്, ബാക്കി സെക്കൻഡും തേർഡും ഫോർത്തും ടേംസ് കണ്ടെത്തുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ആകെ ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് 4 ആണ്. അത് ഈവൻ നമ്പർ ആയതുകൊണ്ട് നമുക്ക് അതിനെ പെയറുകളാക്കി എടുക്കാം. ഇപ്പോൾ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും ഒരു പെയർ ആയിരിക്കും, സെക്കൻഡ് ടേമും ഫോർത്ത് ടേമും ഒരു പെയർ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഈ 4 ടേംസും ആഡ് ചെയ്യുമ്പോഴാണ് 100 കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 4 ടേംസിനെ ഈ 2 പെയേഴ്സ് ആക്കി കഴിഞ്ഞാൽ ഈ 2 പെയേഴ്സിന്റെയും സം എത്രയാണ്? അത് 100 തന്നെയല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു പെയർ എത്ര ഉണ്ടാകും? 4 ടേംസിന്റെ സമ്മാണ് 100. ഈ 4 ടേംസിനെ നമ്മൾ 2 പെയറുകളാക്കി പറഞ്ഞു എന്ന് മാത്രം. അപ്പോഴും ഈ 2 പെയേഴ്സിന്റെ സം എത്ര തന്നെയാണ്? 100 ആണ്. അപ്പൊ ഒരു പെയറിന്റെ സം എത്രയാണ് വരിക? അത് 50 വരും. അപ്പൊ ഒരു പെയറിന്റെ സമ്മ് 50 ആയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും ഒരു പെയറാന്ന് പറഞ്ഞു. അതിന്റെ സമ്മ് 50 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ടേം എത്ര ഉണ്ടാകും? വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. എത്രയാണ്? ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 50 കിട്ടണമെന്നാണ് അതിന്റെ മീനിങ്. ഒരു പെയറിന്റെ സമ്മ് 50 അല്ലേ. അപ്പൊ ഇവിടെ ഫസ്റ്റ് ടൈം 1 ആയതുകൊണ്ട് ഈ 50 ആവാൻ എത്ര വേണമെന്നുള്ളത് 50യിൽ നിന്ന് ഈ 1 മൈനസ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 49 കിട്ടും. അപ്പൊ ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 50 കിട്ടുന്നുണ്ട്. അപ്പൊ ഇവിടെ ഇത് 49. ഇനി ഇതിന്റെ ബാക്കി സെക്കൻഡ് ടൈമും തേർഡ് ടൈമും കണ്ടെത്താൻ എന്ത് ചെയ്യണം? ഇതിന്റെ കോമൺ ഡിഫറൻസ് കാണാം. ഇത് ഫസ്റ്റ് ടൈമും ഇത് ഫോർത്ത് ടൈമും ആണ്. അപ്പൊ നമുക്ക് കോമൺ ഡിഫറൻസ് കാണാനുള്ള ഇക്വേഷൻ ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് ആണ്. ടേമുകൾ 49ഉം 1ഉം ആണ്. അപ്പൊ 49 മൈനസ് 1 ഡിവൈഡഡ് ബൈ ഇനി അതിന്റെ പൊസിഷനുകൾ ഏതൊക്കെയാണ്? 4 മൈനസ് 1. അപ്പോൾ 49 മൈനസ് 1 എത്രയാണ്? അത് 48 ആണ്. 48 ഡിവൈഡഡ് ബൈ 4 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 3. അപ്പോൾ 48 ഡിവൈഡ് ബൈ 3 എത്രയാണ്? 16 എന്ന് വരും. സാധാരണ പോലെ ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് കോമൺ ഡിഫറൻസ് 16 ആണ്. അപ്പൊ 16 ആയതുകൊണ്ട് ആ 16 പോയി ഇവിടെ എഴുതി വെക്കരുത്, കുറെ പേര് തെറ്റിക്കാറുണ്ട്. അത് കോമൺ ഡിഫറൻസ് ആണ്. ഫസ്റ്റ് ടൈം 1 ആണ്, അതിന്റെ കൂടെ 16 ആഡ് ചെയ്യുമ്പോൾ എത്രയാണ്? 17 ആണ് വരിക. വീണ്ടും 16 ആഡ് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 33 എന്ന് കിട്ടും. 33 16 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 49 എന്ന് കിട്ടുന്നുണ്ട്. അങ്ങനെ നോക്കാം. അതല്ലെങ്കിൽ ഇത് രണ്ടും കൂടി ഒരു പെയറാണ്, ഇത് രണ്ടും ആഡ് ചെയ്താലും നമുക്ക് എത്ര കിട്ടുന്നുണ്ട്? 50 എന്ന് കിട്ടുന്നുണ്ട്. Next question. Prove that for any 4 consecutive terms of an arithmetic sequence, the sum of the 2 terms on the 2 ends and the sum of the 2 terms in the middle are the same. അപ്പോൾ നമുക്കിവിടെ പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യന് ഏത് അരിത്മെറ്റിക് സീക്വൻസിലെയും അടുത്തടുത്ത് വരുന്ന കോൺസിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത് വരുന്ന 4 ടേംസ് എടുത്തു. ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ അടുത്തടുത്ത് വരുന്ന 4 ടേംസുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ 4 ടേംസിലെയും സം ഓഫ് ദ 2 ടേംസ് ഓൺ ദി 2 എൻഡ്സ്, 2 എൻഡിലുള്ള ടേംസിന്റെ സമ്മും അതേപോലെ ഈ 2 എൻഡിലുള്ള ഇവിടെ 2 ടേംസുകൾ ഉണ്ട്, നമുക്കറിയില്ല. ആ 2 ടേംസ് ആഡ് ചെയ്താൽ കിട്ടുന്ന അതേ ആൻസർ തന്നെയാണ് ദി മിഡിൽ ദ 2 ടേംസ് ഇൻ ദ മിഡിൽ വരുന്ന ഈ 2 ടേമുകളും ആഡ് ചെയ്താൽ കിട്ടുന്നത് എന്നാണ് പ്രൂവ് ചെയ്യാനുള്ളത്. ഈ 2 എൻഡിൽ വരുന്ന ടേംസ് ആഡ് ചെയ്താൽ കിട്ടുന്ന ആൻസർ എത്രയാണോ അത് തന്നെ ആയിരിക്കണം ഈ 2 ടേംസും ആഡ് ചെയ്താൽ കിട്ടണം എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് സിമ്പിൾ ആയിട്ട് നമ്മൾ മുമ്പേ പറഞ്ഞ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്താൽ കിട്ടും. അതായത് ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് 4 ആണ്, അത് ഈവൻ നമ്പർ ആണ്. അപ്പൊ നമുക്ക് ഇതിലെ പെയേഴ്സ് ഏതൊക്കെ വരിക? ഈ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും എന്ന് വെച്ചാൽ ഫോർത്ത് ടേമും ഒരു പെയറാണ്, സെക്കൻഡ് ടേമും തേർഡ് ടേമും ഒരു പെയറാണ്. ഈ പെയേഴ്സിന്റെ ഒക്കെ സം എപ്പോഴും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ 2 ടേം ആഡ് ചെയ്താൽ കിട്ടുന്ന ആൻസർ തന്നെ അല്ലേ സെക്കൻഡ് ടേമും തേർഡ് ടേമും ആഡ് ചെയ്താൽ കിട്ടുന്നത്? കാരണം ഇത് രണ്ടും ഒരു പെയറാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഇത് പ്രൂവ് ചെയ്യാനാണ് ക്വസ്റ്റ്യന്. അപ്പൊ ഇവിടെ ടേംസുകൾ ഏതാണ് തന്നിട്ടില്ല, അതിന് നമ്പേഴ്സ് തന്നിട്ടില്ല, കോമൺ ഡിഫറൻസ് തന്നിട്ടില്ല. അപ്പൊ നമുക്ക് ഇവിടെ ആൾജിബ്ര ഉപയോഗിക്കണം, അതായത് ലെറ്റേഴ്സ് ഉപയോഗിച്ച് വേണം ചെയ്യാൻ. അപ്പൊ നമുക്ക് ഇവിടെ ഫസ്റ്റ് ടേം അറിയില്ല, ഫസ്റ്റ് ടേമിന് എഫ് എന്ന് കൊടുത്തു. സെക്കൻഡ് ടേം എങ്ങനെ നമ്മൾ കാണുന്നത്? ഫസ്റ്റ് ടേമിന്റെ കൂടെ എന്താ ആഡ് ചെയ്യുന്നത്? കോമൺ ഡിഫറൻസ് അല്ലേ. അപ്പൊ ഇവിടെ നമുക്ക് ഫസ്റ്റ് ടേമും അറിയില്ല, കോമൺ ഡിഫറൻസും അറിയില്ല. ഫസ്റ്റ് ടേമിന് നമ്മൾ എഫ് എന്ന് കൊടുത്തു. സെക്കൻഡ് ടൈം അപ്പൊ എന്തായിരിക്കും? ഈ എഫിന്റെ കൂടെ എന്താ ആഡ് ചെയ്യേണ്ടത്? കോമൺ ഡിഫറൻസ്. അപ്പൊ അത് അറിയാത്തത് കൊണ്ട് അതിന് ഡി എന്നുള്ള ലെറ്റർ കൊടുക്കാം. അപ്പൊ എഫ് പ്ലസ് ഡി എന്നുള്ളതാണ് സെക്കൻഡ് ടൈം. ഇനി തേർഡ് ടൈം വീണ്ടും എന്താ ആഡ് ചെയ്യേണ്ടത്? വീണ്ടും കോമൺ ഡിഫറൻസ്, അതായത് ഡി തന്നെ ആഡ് ചെയ്യണം. അപ്പോ എഫ് പ്ലസ് ഡിന്റെ കൂടെ ഒരു ഡിയും കൂടി ആഡ് ചെയ്താൽ എത്ര ഡി ആയി? 2d ആയി. അപ്പൊ എഫ് പ്ലസ് 2d ആയി.
വീണ്ടും ഇതിന്റെ കൂടെ ഡി ആഡ് ചെയ്യണം. നമുക്ക് 4 ടേംസ് ആണ് ആവശ്യമുള്ളത്. അപ്പൊ 2d കൂടെ വീണ്ടും ഡി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3d എന്ന് കിട്ടും. അപ്പൊ f പ്ലസ് 3d എന്ന് കിട്ടി. അപ്പൊ നമുക്ക് ഇവിടെ 4 ടേംസ് കിട്ടി. ഇത് x1 ഫസ്റ്റ് ടേം, ഇത് സെക്കൻഡ് ടേം, തേർഡ് ടേം, ഫോർത്ത് ടേം. ഇനി നമുക്ക് എൻഡിലുള്ള ടേംസിന്റെ സമ്മ് എന്താണോ അത് തന്നെ ആയിരിക്കണം സെക്കൻഡും തേർഡും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ x1ഉം ലാസ്റ്റ് ടേം x4 ആണ്. ഇത് തമ്മിൽ ആഡ് ചെയ്യാം. അപ്പൊ ശ്രദ്ധിക്കുക, x1 പ്ലസ് x4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1ഉം 4ഉം ആഡ് ചെയ്യാനല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കുറെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ. x1 പ്ലസ് x4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x1 എന്താ, അത് ഫസ്റ്റ് ടേം ആണ്, x4 പറഞ്ഞാൽ ലാസ്റ്റ് ടേം ആണ്. അപ്പൊ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും ആഡ് ചെയ്താൽ കിട്ടുന്ന ആൻസർ ആണ് വേണ്ടത്. അപ്പൊ ഇതിൽ തന്നെ ഇത് x1 എന്ന് പറഞ്ഞാൽ ഇത് ഫസ്റ്റ് ടേം, അതിന്റെ പൊസിഷൻ ആണ്. ടേം ഏതാ, എഫ് ആണ്. നമ്മൾ നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ നമ്പർ ആയിരിക്കും ടേംസ്. ഇതൊക്കെ അതിന്റെ പൊസിഷൻസ് ആണ്. അപ്പൊ ഇവിടെ ഫസ്റ്റ് പൊസിഷനിലെ നമ്പറും ലാസ്റ്റ് ഫോർത്ത് പൊസിഷനിലെ നമ്പറും തമ്മിൽ ആഡ് ചെയ്യാണ് വേണ്ടത്. അപ്പൊ ഫസ്റ്റ് ടേം എന്നുള്ളത് എഫ് ആണ്, പ്ലസ് ഫോർത്ത് എത്രയാണ്, എഫ് പ്ലസ് 3d ആണ്. അപ്പൊ ഇത് ആഡ് ചെയ്യുമ്പോൾ എത്ര വരിക, ഇവിടെ നമുക്ക് ഒരേപോലുള്ളതാണ് ആഡ് ചെയ്യേണ്ടത്. എത്ര എഫ് ഉണ്ട്, 2 എഫ് ഉണ്ട്. അപ്പൊ 2f പ്ലസ് ഈ 3d. 3d കൂടെ വേറെ ഒന്നും ആഡ് ചെയ്യാനില്ല, അതേപോലെ എഴുതി കൊടുത്തു. അപ്പൊ നമുക്ക് ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും ആഡ് ചെയ്തപ്പോൾ കിട്ടിയ ആൻസർ ആയി. ഇത് തമ്മിൽ ആഡ് ചെയ്യാൻ കഴിയില്ല, കാരണം ഒന്ന് എഫ് ഒന്ന് ഡി ആണ്, ഒരേപോലെ എത്ര വരണം. ഇനി സെക്കൻഡ് ടേമും തേർഡ് ടേമും കൂടി ആഡ് ചെയ്യണം. അപ്പോഴും ഇതേ ആൻസർ കിട്ടണം എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അത് കിട്ടുന്നുണ്ടോ നോക്കാം. സെക്കൻഡ് ടേം ഏതാ, എഫ് പ്ലസ് ഡി ആണ്, അതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. തേർഡ് ടേം എഫ് പ്ലസ് 2d ആണ്. അപ്പോൾ അത് ആഡ് ചെയ്യുമ്പോൾ ഇതിൽ എത്ര എഫുകളുണ്ട്, 2f. 2f ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2f തന്നെയാണ്. പ്ലസ് ഒരു ഡിയും 2dയും കൂടി ആഡ് ചെയ്ത് എത്രയാണ്, 3d. അപ്പോൾ ഇത് രണ്ടും സെയിം ആയില്ലേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേമും ഫോർത്ത് ടേമും ആഡ് ചെയ്താൽ കിട്ടുന്ന അതേ ആൻസർ തന്നെയാണ് സെക്കൻഡ് ടേമും തേർഡ് ടേമും ആഡ് ചെയ്യുമ്പോഴും കിട്ടുന്നത്. ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. Write the 4 arithmetic sequences with 100 as the sum of the first 4 terms. അപ്പോ ഒരു ഫസ്റ്റ് 4 ടേംസ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ സമ്മ് 100 കിട്ടുന്ന 4 അരിത്മെറ്റിക് സീക്വൻസസ് എഴുതാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഫസ്റ്റ് 4 ടേംസ് നിലവിൽ നമുക്കറിയില്ല, ഇത് ആഡ് ചെയ്യുമ്പോൾ 100 കിട്ടണം. അപ്പൊ ഇങ്ങനെ 100 കിട്ടുന്ന 4 ടേംസുകൾ 4 സീക്വൻസുകൾ വേറെ വേറെ എഴുതണം. ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. റൈറ്റ് ദ 4 അരിത്മെറ്റിക് സീക്വൻസസ് വിത്ത് 100 ആസ് ദ സം ഓഫ് ദ ഫസ്റ്റ് 4 ടേംസ്. അപ്പോൾ ഫസ്റ്റ് 4 ടേംസ് ആഡ് ചെയ്യുമ്പോൾ 100 കിട്ടുന്ന 4 എണ്ണം എഴുതണം. നമ്മളിപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ചെയ്തു. ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന അതേ ആൻസർ തന്നെയാണ് സെക്കൻഡ് ടേമും ഫോർത്ത് ടേമും. അതായത് ചുരുക്കി പറഞ്ഞാൽ ഇവിടെ 4 ടേംസ് ഉണ്ട്, നമ്പർ ഓഫ് ടേംസ് ഈവൻ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ടോട്ടൽ പെയേഴ്സ് എത്രയാണ്, ഈ 4 ടേമുകളും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 100 ആണ്. ഈ 4 ടേമിന് നമ്മൾ 2 പെയർ ആക്കാം. അപ്പൊ 2 പെയേഴ്സിന്റെ സമ്മ് എത്ര വരിക, 2 പെയേഴ്സിന്റെ സമ്മ് 100 ആണെങ്കിൽ ഒരു പെയറിന്റെ സമ്മ് എത്ര വരിക, അത് ഇതിന്റെ ഹാഫ് 50 ആണ് വരിക. അപ്പൊ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും ഒരു പെയറാണ്, സെക്കൻഡ് ടേമും തേർഡ് ടേമും ഒരു പെയറാണ്. അപ്പൊ നമുക്ക് ഇവിടെ കോമൺ ഡിഫറൻസോ ടേംസോ ഒന്നും തരാത്തത് കൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള നമ്പർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഈ പെയറുകളുടെ സമ്മ് എന്ന് പറയുന്നത് 50 വരണം. അപ്പൊ ഇവിടെ ഫസ്റ്റ് ടേമും ഫോർത്ത് ടേമും പെയറാണ്. അപ്പൊ ഈ 2 ടേമും ആഡ് ചെയ്താൽ 50 വരുന്ന ഒരു നമ്പർ എഴുതാം. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ രണ്ടും എഴുതി കഴിഞ്ഞാലുള്ള പ്രശ്നം നമുക്ക് പിന്നെ കോമൺ ഡിഫറൻസ് കണ്ടെത്താൻ ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് എന്ന രീതിയിൽ ചെയ്യണം. അപ്പൊ ഇവിടെ സെന്ററിൽ രണ്ടുള്ള ഈ നമ്പറും എന്ത് തന്നെയാണ്, പെയറുകളാണ്. അപ്പൊ നമുക്ക് അവിടെ ആണെങ്കിൽ ആ നമ്പറിൽ നിന്ന് മറ്റു നമ്പർ മൈനസ് ചെയ്താൽ മാത്രം നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടും. അപ്പൊ നമുക്ക് ഇവിടെ ഏറ്റവും എളുപ്പത്തിൽ ഇവിടെ ഉള്ള 2 നമ്പർ എഴുതി കൊടുക്കുകയാണ് നല്ലത്. അതായത് ഈ 2 നമ്പറും ഇത് 2 പെയർസ് ആണല്ലോ, ഒരു പെയറിന്റെ സം 50 ആണെങ്കിൽ ഈ 2 നമ്പറും ആഡ് ചെയ്യുമ്പോൾ 50 വരണം എന്നാണ്. അപ്പൊ അങ്ങനെ വരുന്ന ഏതെങ്കിലും 2 നമ്പർ എഴുതി കൊടുക്കാം. ഇപ്പൊ 20 ആണെങ്കിൽ ഇവിടെ 30 എന്ന് എഴുതി കൊടുക്കാം. അപ്പൊ ഇവിടെ ഇത് അരിത്മെറ്റിക് സീക്വൻസ് ആയതുകൊണ്ട് ഇതിന്റെ കോമൺ ഡിഫറൻസ് എത്ര വരിക, അത് 10 ആണ്. അപ്പൊ 30ന്റെ കൂടെ 10 ആഡ് കഴിഞ്ഞാൽ നമുക്ക് 40 എന്ന് എഴുതാം. ഇനി തിരിച്ച് മൈനസ് ചെയ്ത് എത്ര വരിക, 20ന് 10 മൈനസ് ചെയ്താൽ നമുക്ക് 10 കിട്ടും. അപ്പൊ ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണ്. ഇതിന്റെ 4 ടേംസും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 100 കിട്ടുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ 4 സീക്വൻസുകൾ എഴുതാനാണ് ക്വസ്റ്റ്യൻ.
ഇതേപോലെ വേറെ രണ്ടെണ്ണം വേറെ നമുക്ക് എഴുതാം. ഇപ്പോൾ ഇവിടെ സെൻട്രൽ വരുന്ന ടേംസിന്റെ സമ്മ് 50 ആവണമെന്നേ ഉള്ളൂ. അത് 10 40 എടുക്കാം, അല്ലെങ്കിൽ 15ഉം 35ഉം എടുക്കാം. എങ്ങനെ എടുത്താലും കുഴപ്പമില്ല. അപ്പൊ 15ഉം 35ഉം മിഡിൽ വരുന്ന ടേംസ് ആണെങ്കിൽ ഇതിന്റെ കോമൺ ഡിഫറൻസ് എത്ര വരിക? ഈ 35ൽ നിന്ന് 15 മൈനസ് ചെയ്താൽ മതി. അപ്പൊ 20 കിട്ടും. അപ്പൊ നമുക്ക് ഫോർത്ത് ടേം കാണാൻ 35ന്റെ കൂടെ 20 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 55 വരും. ഇനി ബാക്കിലേക്കാണെങ്കിൽ എന്താ വരിക? 15ൽ നിന്ന് 20 മൈനസ് ചെയ്താൽ -5 ആണ് വരിക. അപ്പോഴും ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 100 കിട്ടുന്നുണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക, കുറെ പേര് ഇത് സംശയം ചോദിക്കാറുള്ളതാണ്. ഇത് ആഡ് ചെയ്യുമ്പോൾ 100നേക്കാൾ കൂടുതൽ വരുന്നുണ്ടല്ലോ ഈ നമ്പറുകൾ. നിങ്ങൾ ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ 105 ശ്രദ്ധിക്കുക. ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഇവിടെ -5 ആണ്. അത് മൈനസ് ചെയ്താണ് വരിക. അതായത് ഈ നമ്പറുകളെല്ലാം ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 105 കിട്ടും, 105. അതിന്റെ കൂടെ നിങ്ങൾ 5 കൂട്ടാൻ പാടില്ല, അത് കൂട്ടിയാൽ 110 വരിക. ഇവിടെ -5 ആയതുകൊണ്ട് 105ൽ നിന്ന് 5 കുറയ്ക്കാണ് വേണ്ടത്. അപ്പോഴും നമുക്ക് ഇതിന്റെ ആൻസർ 100 എന്ന് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. താങ്ക് യു.